ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാട്ടർമെലൺ ജ്യൂസാണ്. വെറുതെ പഞ്ചസാരയും വാട്ടർമെലനും കൂടെ അടിച്ചെടുക്കാതെ 1-2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്ക് ആവും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് മീഡിയം സൈസിലുള്ള ഒരു വാട്ടർമെലനാണ്. വാട്ടർമെലൻ വാങ്ങണ സമയത്ത് ഇങ്ങനെ ഒരു നരച്ച ഭാഗം ഉണ്ടെങ്കിൽ അതാണ് നോക്കി വാങ്ങേണ്ടത്. കാരണം അത് നന്നായിട്ട് പഴുത്തു എന്നാണ് അർത്ഥം. വാട്ടർമെലൻ്റെ തോല് കളയാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഇത് ഒരു മെത്തേഡാണ്. ഇങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് തോല് ചെത്തിക്കളയണം, ചുവന്ന കളർ പോർഷൻ കാണുന്നിടം വരെ. അതിനുശേഷം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഞാനെടുത്ത വാട്ടർമെലൻ്റെ പകുതി പോർഷനേ എടുത്തിട്ടുള്ളൂ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ നാരങ്ങ നീര്, ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. അങ്ങനെ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് എല്ലാ പീസസും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്, പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. കുറേ നേരം ബ്ലെൻഡ് ചെയ്യണം. ഒരു 1-2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്താലും വിരോധമില്ല, എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് അരിച്ചെടുക്കാതെ എടുക്കുക, പക്ഷേ ഇവിടെ എല്ലാവർക്കും അരിച്ചെടുത്തിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ഞാൻ. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് വാട്ടർമെലൺ. അതിൻ്റെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.